കയ്യും പിടിച്ച് 4 വയസ്സുകാരി നിധി തലസ്ഥാനത്തേക്ക് വണ്ടി കയറി അങ്ങ് കാസർഗോഡ് നിന്ന്. നേരെ ചെന്നത് ഭരതനാട്യം അരങ്ങേറുന്ന വേദിയിൽ. അണിഞ്ഞൊരുങ്ങി ചുവട് വെക്കുന്ന ചേച്ചിമാരെ അമ്മൂമ്മയുടെ ഓരം പിടിച്ചുകൊണ്ട് കൗതുകപൂർവ്വം അവൾ നോക്കി നിന്നു. ചേച്ചിമാരെ പോലെ ഒരു കലാകാരിയായി വളരണം, വലുതാവണം. 3-ാം വയസ്സിലാണ് അവളുടെ ഉള്ളിൽ ഈ ഒരു കുഞ്ഞു മോഹം മുട്ടിട്ട് തുടങ്ങുന്നത്. ചേച്ചിമാരുടെ ഡാൻസ് ഒക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാം. ഡാൻസുകാരി ആവണമെന്നാണോ കുഞ്ഞിന്റെ താല്പര്യം? എങ്ങനെ ഈ വെള്ള കളർ ഡ്രസ് ഇട്ട് ആടുന്ന ഡാൻസുകാരി ആവണോ, അതോ ആ ചേച്ചിനെ പോലെ ഓറഞ്ച് കളർ ഡ്രസ് ഇട്ട് ആടുന്ന ഡാൻസുകാരി ആണോ? ഓറഞ്ച്. ഭരതനാട്യമാണ്. ഡാൻസ് ഒക്കെ പഠിക്കാൻ പോവാറുണ്ടോ? കുഞ്ഞുനിധിയുടെ വലിയ ആഗ്രഹങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നത് നർത്തകി കൂടിയായ അമ്മയാണ്. നൃത്തം മാത്രമല്ല, പാട്ടും നിധിക്ക് പ്രിയമാണ്, ഹരമാണ്. അമ്മയ്ക്ക് ഇതിലൊക്കെ താല്പര്യമുണ്ട്. പാട്ടും ഡാൻസും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്കും താല്പര്യമുണ്ട്. അമ്മ പഠിപ്പിക്കുന്നത്. അല്ല, ടീച്ചറിൻ്റെ അടുത്ത് പോയി പഠിച്ചു തുടങ്ങിയില്ല. 5 വയസ്സായിട്ട് പഠിക്കാനാണ് ഇരിക്കുന്നത്. നാളുകളിൽ അവൾ ഇതുപോലൊരു വേദിയിൽ നിറഞ്ഞാടും. അതും ചിലങ്ക കെട്ടി അവൾ ആഗ്രഹിച്ച വേഷമണിഞ്ഞുകൊണ്ട്. ഓരോ കലോത്സവവും കൗമാരക്കാരുടേത് മാത്രമല്ല, നിധിയെപ്പോലെ കലയെ അറിയാൻ ശ്രമിക്കുന്ന, സ്നേഹിക്കാൻ ശ്രമിക്കുന്ന പുതുതലമുറയുടേതു കൂടിയാണ്. ക്യാമറമാൻ ശരത്തമ്പാട്ടുകാവിനൊപ്പം സ്നേഹമൊല്ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.